വയനാട് കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരുടെ ആത്മഹത്യാശ്രമം. ക്ലർക്കാണ് ഓഫീസ് ശുചിമുറിയിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഓഫീസിലെ സഹപ്രവർത്തകൻ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. കഴിഞ്ഞ കുറേ കാലമായിട്ട് അവള് പ്രശ്നത്തിലാണ്. അവിടുത്തെ ജോയിന്റ് കൗൺസിലിന്റെ നേതാവാണ് പ്രജിത്ത് ബി എന്ന് പറയുന്ന ആള്. അയാൾ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് അവളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അത് നടക്കാത്തതുകൊണ്ടായിരിക്കും അവളുടെ പേരില് വളരെ മോശമായിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞാണ് ആരംഭിച്ചത്. ഒരു കള്ള കത്തുണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്ന രീതിയിൽ ആയി. അതിനെ തുടർന്ന് നമ്മളത് ഇന്റേണൽ കമ്മിറ്റിയിൽ കൊടുത്തു. പക്ഷെ ഇന്റേണൽ കമ്മിറ്റി ഒരുപാട് ലാഘിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. സുർജിത്ത്, പ്രതികരണം അനുസരിച്ചാണെങ്കിൽ പിന്തുടർന്ന് വേട്ടയാടുന്ന മാനസിക പീഡനമായിരുന്നു. പരാതിപ്പെടേണ്ടിടത്ത് പരാതിപ്പെട്ടെങ്കിലും അതിലൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഇത് സംബന്ധിച്ച് ലഭിക്കുന്നത്? സുഹൈൽ, നിലവിലിപ്പോൾ ഈ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന്റെ മുന്നിൽ NGO യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ആരോപണ വിധേയനായിട്ടുള്ള ആ ജീവനക്കാരനെ ഇവിടെ നിന്ന് നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഉച്ചയോട് അടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വനിതാ കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സിറ്റിംഗിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള പ്രജിത്ത് എന്ന് പറയുന്ന NGO ഈ ജോയിന്റ് കൗൺസിലിന്റെ നേതാവാണ്. അയാളും ഈ യുവതിയും ഈ സിറ്റിംഗിന്റെ ഭാഗമായി ഹാജരായിരുന്നു. ആ സിറ്റിംഗിൽ വളരെ മോശമായ രീതിയിൽ ഈ യുവതിയെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതോടൊപ്പം തന്നെ ക്രമവിരുദ്ധമായി ട്രാൻസ്ഫർ നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിലാണ് ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകണം. ഈ യുവതി ഇവിടുത്തെ ശുചിമുറിയിൽ, അതായത് ഈ ഓഫീസിന്റെ ശുചിമുറിയിൽ കയറിയാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. യുവതിയെ കൈനാട്ടിയിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ് ഈ യുവതി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടതാണ് ആ ഓഫീസ്. ഈ ഓഫീസിന്റെ ശുചിമുറിയിലാണ് യുവതി ഉച്ചയ്ക്ക് മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ജീവനക്കാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള NGO യൂണിയനാണ് ഇപ്പോൾ ഇങ്ങനെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇത് ഏറെ നാളായി ഈ വിഷയം നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെ NGO യൂണിയന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ശക്തമായ രീതിയിലുള്ള നടപടി വേണം. ഈ ആൾക്കെതിരെ, അതായത് ഈ ആരോപണ വിധേയനെതിരെ നടപടി വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ആണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവർ എത്താനുള്ള കാരണം. കലക്ടർക്ക് പരാതികൾ കൊടുത്തിട്ടുണ്ട്. കലക്ടർ ഇടപെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കലക്ടർ ഒരു വനിത ആണ് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഈ പറയുന്ന ഈ അവസ്ഥയിലേക്ക് ഈ ജീവനക്കാരി എത്തിച്ച ഈ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും, അത് ജില്ലാ ഓഫീസർ മുതൽ താഴെ വരെയുള്ള എല്ലാ ജീവനക്കാരെയും മാതൃകാപരമായി ശിക്ഷിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഇതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ഈ യുവതി ICCക്ക് കമ്മിറ്റി, ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിൽ പരാതി നൽകി, എന്നിട്ട് പോലും ഒരു കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ NGO യൂണിയൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുന്നു. കളക്ടർക്ക് മുമ്പാകെ പരാതി എത്തിയിട്ടുണ്ട്. ആ പരാതിയിൽ തീർപ്പുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ കളക്ടറേറ്റിന്റെ കോമ്പൗണ്ട് ചുറ്റിയുള്ള പ്രകടനം ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുശേഷം ക്ഷമയോടെ കാത്തിരുന്നു പഠിച്ച് ജോലി നേടിയെടുത്തിട്ടും പിന്നീടും ദുർവിധിയാണ്. സഹപ്രവർത്തകന്റെ മാനസിക പിന്നത്തിൽ മനം നൊന്താണ് സർക്കാർ ഉദ്യോഗസ്ഥ ജീവനൊടുക്കാൻ ശ്രമിച്ചത്.